ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വാചകം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ഫിസിയോതെറാപ്പിക്ക് ഉമ്മയ്ക്ക് വരുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ആണ് കുട്ടി വന്നത്. അപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് ഹാപ്പിയാക്കി വിടാമെന്ന് വിചാരിച്ചു. 1.5 മാസം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീട്ടിലൊരാളെ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മയ്ക്ക് കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി. ഒറോട്ടി പുറത്തുനിന്ന് മേടിക്കാൻ കേട്ടോ ചെയ്തത്. രാവിലെ ഒറോട്ടിയും കൂടെ ചെയ്തു വരുമ്പോൾ ഹാദുക്കുട്ടന് സ്കൂളിൽ പോകേണ്ട ദിവസവും കൂടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒറോട്ടി മേടിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാനിതാ ഈ ഒരു മുളക് കറി വെച്ചു കേട്ടോ. നമ്മുടെ ചാളയാണ്, മത്തി നല്ല പറ്റിച്ചുള്ള മുളക് കറി വെച്ചിട്ടുണ്ട്. ഈ മുളക് കറി കാണുമ്പോഴത്തേക്കിനും കപ്പയൊക്കെ ഉണ്ടാക്കൂലേ, കപ്പയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ സൂപ്പറായിരിക്കും. പിന്നെ അതിൻ്റെ തന്നെ മീൻമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു തോരൻ വെച്ചു കേട്ടോ. സവാളയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ട് അപ്പുറം വരെ പോയപ്പോഴത്തേക്കിനും ഒന്ന് അടിയിലോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ഉമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഉമ്മ ഏകദേശം ഒരു 7 ആഴ്ചകൾക്ക് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഏകദേശം 1.25 മാസം ആവുന്നു ഉമ്മ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് കേട്ടോ കാണിക്കുന്നത്. ഉമ്മയുടെ സർജറി കഴിഞ്ഞത് ഇവിടെയായിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. മുട്ടിൻ്റെ സർജറിയാണ് കേട്ടോ കഴിഞ്ഞത്. നീ റീപ്ലേസ്മെൻ്റ് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്കപ്പാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ നമ്മൾ കുറച്ച് കടയിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കറിയായിട്ട് മധുരപ്പച്ചടിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അച്ചാറ്, ചമ്മന്തി, തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാവും. പിന്നെ സാമ്പാർ, മോര്, നമ്മുടെ മീൻ കറി ഒക്കെ ഉണ്ടാവും കേട്ടോ. സൈഡായിട്ട് ഇതാ പൊതിച്ചോറിനുള്ള ഓർഡർ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ഒക്കെ ഇതാ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വെട്ടം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മുരിഞ്ഞ് പോയ പോലെ തോന്നും കേട്ടോ. അതങ്ങനെ തോന്നുന്നതാണ്. ഇവിടെ വെട്ടം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഞാനും ഹാദുക്കുട്ടനും കൂടെ ചെറിയൊരു പിണക്കത്തിലായിരുന്നു. അപ്പോൾ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഹാദുക്കുട്ടൻ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നാരങ്ങ വെള്ളവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഹാദുക്കുട്ടൻ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.